ചായപാത്രത്തിൽ ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യുക. 1/2 കപ്പ് ഷുഗർ ഒന്ന് മെൽട്ടായി ബബിളായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അത് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി വരും. 1 കപ്പ് മൈദയിലേക്ക് ഒരു പിഞ്ച് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി സ്പൈസ് മിക്സ് ആയ ഗ്രാമ്പൂ, പട്ട, ജാതിക്ക ഇതെല്ലാം കൂടി പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇടുന്നു. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ 2 മുട്ട എടുത്തേക്കുന്നത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ പതപ്പിച്ചെടുക്കുക. അധികം ബീറ്റ് ചെയ്യണ്ട. 50 ഗ്രാം ബട്ടറിലേക്ക് 1/2 കപ്പ് പൗഡേർഡ് ഷുഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ മുട്ട പതപ്പിച്ചത് ഒരു 3 ബാച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗറും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു പാത്രം കൂടി അതിന്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. പാത്രത്തിൽ ബട്ടർ ഒന്ന് തടവിയിട്ട് ബട്ടർ പേപ്പറും കൂടി ഇട്ട് നമ്മൾ ആ കേക്ക് ബാറ്ററും കൂടി ഒഴിച്ച് അതിന്റെ മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പും കൂടി വെച്ചിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്ത് ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. 55 മിനിറ്റ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീമോൾഡ് ചെയ്യാം. ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച റമ്മിന്റെ ലിക്വിഡ് കേക്കിന്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് റം ഇല്ലാതെയും ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. ഡ്രൈ ഫ്രൂട്ട്സ് ജസ്റ്റ് കാരമലൈസ്ഡ് ഷുഗറിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ക്രിസ്മസ്.